എനിക്ക് ഇപ്പം വലിയൊരു ദുഃഖമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ. ഈ ചോറ് കഴിക്കാത്ത പിള്ളേരെ ചോറ് കഴിപ്പിക്കുന്ന വേറെ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന് പിന്നെ എന്നെ കുറിച്ച് കൂടുതൽ ചിലരൊക്കെ ഓരോന്നൊക്കെ എഴുതുന്നു. ഹലോ, മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും അങ്ങ് പരാതിയാണ് കേട്ടോ. ചേച്ചി എന്താണ് സ്നാക്സിന്റെ വീഡിയോ ഇടാത്തത്, ചേച്ചി എന്താണ് സ്വീറ്റ്സിന്റെ വീഡിയോ ഇടാത്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നല്ലൊരു പായസം റെസിപ്പിയാണ്. നമുക്ക് നിൽക്കുന്ന നിപ്പിലൊന്നും ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്ന ഒരു കമൻറ്റും വന്നു കേട്ടോ. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ അരിയിട്ട് കുതിർത്താൽ മതി. ശരിയാണ്, ഞാനത് പറയാൻ മറന്നു. ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ മിക്കവാറും അത് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ അരി വെള്ളത്തിൽ ഇടാൻ മറന്നു പോയാൽ പോലും ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 2-3 മണിക്കൂറും കൊണ്ട് പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. നമുക്ക് അരച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് പായസം ഉണ്ടാക്കാം. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, അത് ഏതരിയാണെങ്കിലും പൊടിച്ചെടുക്കണോ ഇങ്ങനെ കുതിർത്ത് വെക്കണോ എന്നൊരു സംശയം വന്നിരുന്നു. അരി കുതിർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയാണ്. ഒന്ന് ക്രഷ് ചെയ്യുന്നതും അതുപോലെ നല്ലൊരു കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ക്രഷ് ചെയ്തിടുന്നത്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പ്രത്യേകിച്ച് കീറുണ്ടാക്കുമ്പോൾ, അതായത് പായസം ഉണ്ടാക്കുമ്പോൾ അവർ ഈ തുക്കടാരി ഉണ്ടല്ലോ, അതായത് തുക്കടാരിക്ക് എന്താ പറയുന്നത്, മുഴുവനേ ഉള്ളതല്ല, മുറിഞ്ഞുള്ള അരി ഉണ്ടല്ലോ, എന്തോ അതിന് പറയുന്നേ, പൊടിയരിന്നോ അങ്ങനെ വേണേലും പറയാം. അങ്ങനെയുള്ള അരിയാണ് നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പായസത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ അരി ഒന്ന് കുതിർത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ചോറ് മുഴുവനേ കിടക്കത്തില്ല, ഒത്തിരി ചെറുതായിട്ട് കിടക്കും, ഇത്തിരി ഒന്ന് കുഴഞ്ഞു ഇരിക്കും, നമ്മുടെ പായസത്തിന് ഇത്തിരി കൊഴുപ്പും കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഇന്നത്തെയും ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ല ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെന്താണ്, തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ റെസിപ്പിയിലും, ഇന്നത് ഇത്ര തന്നെ വേണം, ഇത്ര അര ഗ്ലാസ് വേണം, 1 ഗ്ലാസ് വേണം, ഇങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയും ഉണ്ടാക്കണോ അതനുസരിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പഴയ കാലത്തെ അമ്മമാരൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണിത്. വീടുകളിൽ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി തരുന്ന സ്ഥിരം ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ ആരുടെയൊക്കെ വീടുകളിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിലെ ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്താറുണ്ട് അതുകൂടി കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയതാ നമ്മുടെ ചോറ് വെക്കുന്ന വെള്ളേരി എടുക്കാം. ഇത് ചോറ് വെക്കുന്ന ചുമന്ന ഏരിയ ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചരിയിൽ ചെയ്താൽ എത്രത്തോളം നന്നായിരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഇതിന് ഇത്ര അളവ് വേണം, എങ്ങനെ വേണം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമുക്ക് കൂട്ടാം കുറയ്ക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളേ. അപ്പോൾ ഞാൻ എന്താണ്ടേ 2 വിട്ടേക്കാം. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് കാണും കേട്ടോ നമ്മൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ അരി നമുക്ക് ഇപ്പം മഴയാണ്, കഴുകി ഉണങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കഴുകാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പലരും അതുപോലെ ഇട്ട് വറുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം വാലാൻ കണ്ണോപ്പയിലിട്ട് വെക്കുമല്ലോ, കണ്ണോപ്പയിലിട്ട് ഒരു കുറച്ച് നേരം വെച്ചേക്കാം. അപ്പോൾ ആ വെള്ളം വാന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് എള്ളാണ്. ഈ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത്രയും ഉണ്ടായിരുന്നു, അത് മൊത്തം ഒന്ന് എടുത്തന്നേ ഉള്ളേ. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. ഏറ്റവും കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, കോപ്പർ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽഷ്യം, ഫൈബർ, സിങ്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ എള്ളെന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ വെറും വയറ്റിൽ ഈ എള്ള് ഇത്തിരി കഴിച്ചിട്ട് ഇത്തിരി ചവച്ച് കഴിക്കാൻ പാടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എങ്ങാനും ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെറും വയറ്റിൽ രാവിലെ എണീക്കുന്ന ഉടനെ കഴിച്ചേച്ച് ഇച്ചിരി വെള്ളം കൂടെ കുടിക്കുന്നത് നമ്മുടെ മുടിക്ക്, നമ്മുടെ സ്കിൻ ഗ്ലോ ആവാൻ ഒക്കെ ഏറ്റവും നല്ലതാണ്. ഞാനും അങ്ങനെ മേടിച്ച് വെച്ചതാണ്. പക്ഷെ മേടിച്ച് വെച്ചത് അതുപോലെ ഇരിപ്പണ്ട്, ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ അങ്ങനെ മേടിച്ച് വെച്ചതാണ് കേട്ടോ. എന്നും രാവിലെ എണീക്കുന്ന ഉടനെ ഇത്തിരി പൊടിച്ച് കഴിക്കാമല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷെ എല്ലാം മേടിച്ച് വെക്കും. പിന്നെ കഴിപ്പൊക്കെ കണക്കാണ്. എന്നെ പോലെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട, എനിക്ക് തോന്നുന്നു 85% വീട്ടമ്മമാരും എന്നെ പോലെ ആയിരിക്കും. സ്വന്തം കാര്യമൊന്നും നോക്കില്ല.
ജോസനെ പോലുള്ളൊരു സ്വന്തം കാര്യം എത്ര സമയമില്ലെങ്കിലും സമയം അതിനു വേണ്ടി മാറ്റി വെക്കും. ആ അപ്പോ ഇത് ഇത്രയും വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഇത്രയും എടുത്തു തന്നെ ഉള്ളൂ. ഇതിന്റെ അര ഗ്ലാസ് ആയാലും മതി. ഇല്ല എങ്കിലും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇട്ടാൽ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആവും, അയൺ റിച്ച് ആവും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ ഒന്ന് കഴുകി ഇത്തിരി വെള്ളം വാലാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നിരത്തി വെക്കാൻ പോവാണേ. ഇത് ഞാൻ അരി കഴുകി വെച്ചേച്ച് ഇച്ചിരി സമയം ഒരു അരമണിക്കൂറായി കാണും. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയത്. ഇതുപോലെ ഒരു കണ്ണൊക്കകത്ത് ഇട്ട് വെച്ചാൽ മതി, നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ കണ്ണി ഒന്നുകൂടെ പോന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് വന്നേ. പിന്നെ സമയം 6:30 ആയതേ ഉള്ളൂ. പുറത്ത് നോക്കിയാൽ കുറ്റാക്കുറ്റിട്ട് ഒരു 9-10 മണിയായ ലക്ഷണമുണ്ട്. ഇപ്പൊ നേരത്തെ രാത്രിയാവും. ഞാൻ പൊളിച്ചു, ഞാൻ ജയന്റെ കൂട്ടിരിക്കുന്നു, ഞാൻ പൊളിയാണ്. പിന്നെ വീഡിയോ കണ്ടത് സന്തോഷമുണ്ട്, എല്ലാം എനിക്കായിരുന്നു. ആ ഓമന ആന്റിയുടെ കമന്റ് ഒന്ന് വായിര്. ഏതാ? ആ അതൊന്ന് വായിച്ച് കേൾപ്പിച്ചേ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ത്? ആ അത് വായിക്കത്തില്ലേ? നോക്കട്ടെ. ആ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അത് ഇതുവരെ കണ്ടില്ലേ ജോസന? നേരം എന്നെയും കൊണ്ട് ഒക്കത്തില്ല എന്ന് ഈ ചിന്താഗതി ആദ്യമേ ജോസ് മാറ്റുക. എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. എന്നിട്ടല്ലേ ചില കാര്യങ്ങൾക്ക് അതാണ് പറഞ്ഞേ ചില കാര്യങ്ങൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇന്ന് ജോസ് പറഞ്ഞത് വളരെ നന്നായി സന്തോഷത്തോടെ ഞാൻ കേട്ടിരിക്കുമ്പോഴാണ് എന്നെയും കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞത്. അയ്യോ, എന്നെ കൊണ്ട് ഒക്കും. ഒക്കത്തില്ല എന്ന് പറയണ. ഇനി എപ്പോഴും എല്ലാവരും പഠിച്ചിട്ടല്ല വരുന്നത്, അവർ പരിശ്രമിച്ച് ഏതൊക്കെ ആവുന്നത്. ഞങ്ങൾ ബെൻസിയെ മാത്രമല്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, ജോസിനെയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പരിശ്രമിക്കുക, മുന്നേറുക, എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ ആൻറ്റി, താങ്ക് യു. ഇത് ഒരു മോട്ടിവേഷൻ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്നും ഇവിടെ പറയുന്നതിന് അന്നേരം വിലയില്ലല്ലേ? അല്ലല്ലേ, ഇതൊക്കെ പറയാറുണ്ട്, എപ്പോഴും ഇത് പറയാറുണ്ട് കേട്ടോ. എല്ലാരും പാളയെന്ന് ഇറങ്ങുമ്പോഴേ കുളിച്ചിറങ്ങ, അല്ലല്ല പാളയെന്ന് ജനിച്ചിട്ട് വരുമ്പോഴേ പഠിച്ചിട്ടാണോ വരുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങള് ഒക്കും. പിന്നെ ഗുഡ്, പിന്നെ സുഖമാണോ? സുഖം തന്നെയാണ്. പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഉള്ളത്? പ്രോഡക്റ്റ് ഇപ്പം എനിക്ക് വന്ന് കണ്ടെങ്കിലേ ഒക്കൂ. അല്ല, എനിക്കിപ്പം വാട്സാപ്പിൽ 1-2 പേര് ഇങ്ങനെ, ഇപ്പോൾ ഒരാൾ വിളിച്ചപ്പോഴും അതാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുമോ, എല്ലാ പ്രോഡക്റ്റും എന്തൊക്കെ പ്രോഡക്റ്റാണ് ഉള്ളതെന്ന് ഒറ്റ വീഡിയോ ഒന്ന് ഇടാമോ? അപ്പോൾ ആര് ചോദിച്ചാലും ആ ഒരു വീഡിയോ കൊടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോ ലെങ്ത് ആയിപ്പോൾ, എല്ലാം കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും വാട്സപ്പിൽ ഹായ് പറയുമ്പോൾ ബ്രോഷർ അങ്ങ് അയച്ചു കൊടുക്കുവാണ് ഞാൻ. അപ്പോൾ മനസ്സിലാവുമല്ലോ ഒന്ന്. കടയിലോട്ടെല്ലാം പറക്കി വെക്കട്ടെ. ഞങ്ങൾ ഇത് പുറകാലം ഇതൊന്ന് ഷട്ടർ ഇട്ട് കഴിഞ്ഞ് ഈ സാധനം എല്ലാം അങ്ങോട്ട് പറക്കി വെക്കും. പക്ഷേ പുതിയ 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 സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവരുടെ. അതൊക്കെ പക്ഷെ പറയുന്ന കയ്യിലുള്ളതേ എന്തിനൊക്കെ വേണ്ടിയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ പല വ്ളോഗിലായിട്ടല്ലേ എല്ലാം പരിചയപ്പെടുത്തുന്നേ. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞു കുറേ പ്രോഡക്റ്റുകളുണ്ട്. ഓരോന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ എന്ത് സമയം വേണം. അതാ ഞാനും പറഞ്ഞു. അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങള്, അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്, ഏതൊക്കെ രീതിയിൽ ഗുണങ്ങൾ ചെയ്യുന്ന. സാധാരണക്കാർക്ക് അതൊരു ബോറായി തോന്നിയാലോ, അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ചോദിച്ചാ, ആര് വാട്സപ്പിൽ എല്ലാവരും ഹായ് പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഒന്ന് പോട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഡയറക്റ്റ് ആ ബ്രോഷർ അങ്ങ് അയച്ചു കൊടുക്കും. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിനകത്ത്, വിത്ത് ഇൻഗ്രീഡിയൻസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അത് നോക്കിയാണ് എല്ലാവരും ഓർഡർ തരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാലും ചോദിക്കണ്ടേ? എനിക്ക് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഇന്നിപ്പം മഴയില്ല കേട്ടോ. ഇന്നലെ ഒരാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് പിസ്സ കഴിപ്പിച്ചു. അയ്യോ, അത് കേട്ടോ, ഒരു
ബോധമില്ലാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട് വെളുപ്പിന് 1 മണിക്ക് പാവം. ഞാൻ അന്നേരെ ജോസാൻ്റെ അടുത്ത് പറഞ്ഞു, ജോസ ഇതുണ്ടാക്കാൻ സമയമെടുക്കും, നമുക്ക് നാളെ ചെയ്യാം. നീ എല്ലാം തയ്യാറാക്കിയതല്ലേ, നമുക്ക് ഇന്നുണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ആളെ കണ്ടില്ല, പോയി കിടന്നുറങ്ങി. ഞാൻ പാവം അടുക്കള 1 മണിക്ക് പിസായി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു. അത് ഞാൻ ഉറക്കച്ചെടുത്തലായിരുന്നു, വീട്ടിൽ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. കൂടെ നിൽക്കാം. നമ്മൾ പോകുമ്പോൾ ഉറങ്ങുന്ന 2 മണിക്കൊക്കെ ഇല്ലേ, നീ എന്നും ഉറങ്ങുന്ന 2 മണിക്ക് 3 മണിക്ക് ഇല്ലേ, സാരമില്ല എന്നും പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ല. ഇപ്പം എല്ലാവരും ചിന്തിക്കും ചിരവേ ഇങ്ങോട്ട് മാറ്റിയോന്ന്. ഇതെല്ലാം ഈ ജോസാൻ്റെ വേലയാണ്. അകത്തിരുന്ന ചിരവേ ഇങ്ങോട്ടാക്കി നോക്കി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പോയി അരി വറക്കട്ടെ. ഇവിടെ തേങ്ങ തിരുമുന്ന സമയം കൊണ്ട് ഇതേപോലെ ചിരവ പുറത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരുന്ന് ചെയ്യാം കേട്ടോ. ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് കാണിച്ചു തരുമോ? തേങ്ങ തരുമ്പോൾ പാടുള്ളവര് ഇരുന്ന് ചെയ്യുക. അതിൻ്റെ പരുവത്തിന് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലം വേണ്ടേ? ഇന്നലത്തെ പണിയായിരുന്നു ചിരവേ പുറത്താക്കുക. കൈ കഴിക്കുന്നില്ലേ യോസ? അതല്ല പായസം ഇവിടെ നോക്കുന്നത്. എന്തോ പായസം വെക്കാനില്ലേ? ഇപ്പൊ പായസം പിന്നെ അത് വേറൊരു കാര്യത്തിനാ. ശർക്കരയും ഇതുമൊക്കെ പിന്നെ എന്തിനാ? പായസം മാത്രമേ ഉള്ളൂ. കൈ കഴിക്കുന്നില്ലേ യോസ? ഇങ്ങനെ ഇരുന്ന് തിരുമ്മിട്ട് സത്യം പറ. എനിക്ക് ജോലി ചെയ്യാൻ മടിയില്ലെന്നറിയാമോ? അങ്ങനെ ഇരുന്ന് തിരുമ്മിയിട്ട് കൈ കഴിക്കുന്നില്ലയോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് കൈ കഴിപ്പൊന്നുമില്ല. കൈവാക്കിനാണോ? കണ്ടിട്ട് എനിക്ക് കൈ കഴിക്കുന്നു. അപ്പോൾ അത് തിരുമുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോട്ടെ. രാത്രി 8 മണിയായേ. ഞാൻ ആദ്യമേ ചോദിച്ച് ഇരുന്ന് തിരുമാൻ കൈ കഴിക്കുന്നില്ലയോ? അപ്പോൾ അതാ പാത്രം വെച്ച് ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെക്കണം. അരി കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കഴുകിയത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി തന്നെ ഇട്ടേക്കുന്നേ. നന്നായിട്ടിത് ഫ്രൈ ആവണം, ഒന്ന് പൊട്ടി വരുമല്ലോ. അങ്ങനെ അരി നല്ലതുപോലെ മൊരിയണം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഇത് നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ഇത്തിരി ഒന്ന് ചൂടായി പൊട്ടാൻ ഇത്തിരി ടൈം എടുക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടും. ഇതിപ്പോൾ നനഞ്ഞ് ഇത്തിരി കുതിർന്ന് ഇരിക്കുമല്ലേ, അതൊന്ന് ചൂടായി വന്നിട്ട് മൊരിയണം. പക്ഷേ പൊട്ടിത്തുടങ്ങി. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതാ പൊട്ടുന്നത് കാണാനായിട്ട് ഞാനൊന്ന് സൂം ചെയ്തതാണേ. സൗണ്ടും കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുപോലെ മൊത്തം നന്നായിട്ട് പൊട്ടട്ടെ. ഞാൻ തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നേ. പാട്ടുകാരൻ പാട്ടും പാടിപ്പോന്നു പോയി. തേങ്ങ തരുമ്പി തന്നെ ഇച്ചിരി ശർക്കര ചിരകി തരുമോ? ശർക്കര ചിരണ്ടി തരുമോ? ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ആവുക മതി കേട്ടോ, അല്ലെന്നല്ല ഞാൻ ചെയ്തോളാം. അത് ജോസാൻ്റെ അടുത്ത് ഇപ്പൊ പറയില്ല. ജോസാൻ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന കണ്ടിട്ട് പോലും ഐഡിയ ഇല്ലെന്നുണ്ട്. എന്ത് കഷ്ട. പറ. അത് സാധാ ചെയ്യുന്നത് പോലെ ചിരണ്ടിയാ മതി. ചട്ടി കൊണ്ട് പാത്രത്തിൽ ചിരണ്ടി ഇടും, വേറെ പാത്രത്തിൽ. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഏതാ അരി പൊടിച്ച് ആ സാധനമാണ്. ഏകദേശമൊക്കെ അങ്ങനെ കഴിയും. പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ എൻ്റെ അടുത്ത് എന്ത് സാധനമെന്ന് പറയത്തില്ല. അതുകൊണ്ട്
ഇപ്പൊ ഞാൻ വീഡിയോ വരുമ്പോഴാണ് ഞാനും അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രതിഷേധം ചെയ്യുന്നു. വീഡിയോ വരുമ്പോഴല്ലേ, കഴിക്കാൻ വരുമ്പോ അറിയത്തില്ലയോ? അത് എങ്ങനെ ചെയ്തെന്നൊന്നും ഞാൻ അറിയത്തില്ല. പ്രതിഷേധം ചെയ്യുന്നു എന്നല്ല, പ്രതിഷേധം അറിയിക്കുന്നു. പ്രതിഷേധം അറിയിക്കുന്നു. എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് കമന്റ് ഇടുവോ? ചേട്ടന്റെ അടുത്ത് പറയാൻ ഞാൻ മോശമായി ചെറുണ്ടോ? അന്നേരം ഞാൻ പറയാം, ഇവിടെ ഇരുന്ന് ചെറിയ മതി, പുറത്ത് പോണ്ട. അപ്പൊ എനിക്ക് കാണാൻ പറ്റും. പ്ലീസ് ചോദിച്ചാൽ ഇവിടെ ഇരുന്ന് മതി, കാണാൻ പറ്റൂല. അപ്പൊ ദാണ്ട് ഇത് കണ്ടോ, നന്നായിട്ട് അരി അങ്ങ് ചുരുങ്ങി പൊരി പോലായി. കണ്ടോ, കുഞ്ഞു കുഞ്ഞി അരിയായി. അപ്പൊ ഈ സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, അടിക്ക് പിടിക്കും. ആദ്യം തൊട്ടേ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നേ. ഇതേ കണ്ടോ, ചെറുതായത് അരി മൊരിഞ്ഞു. അപ്പൊ ഇത് ഉടൻ തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനിത്ത് തന്നെ വെച്ചേക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോവും. നമുക്ക് ഇനിയും വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. വലിയ പാത്രം ഓക്കെ. കൈയൊന്നും പൊള്ളരുത്. ഇതൊന്ന് നിരത്തി വെക്കാം തണുക്കാനായിട്ടേ. ഇപ്പൊ ഇത് കണ്ടാൽ അരിയാണെന്ന് പറയത്തേ ഇല്ല, അതുപോലെ ചെറുതായി മൊരിഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ഡിഷിന് ടേസ്റ്റേ കാണില്ല. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഉണങ്ങി. നമ്മൾ കഴുകി കണ്ണൂപ്പയ്ക്കകത്തിട്ട് വെച്ചിരുന്നതാണ്. അടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്, കുഴപ്പമില്ല. ഇത് കഴുകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്തോരം അഴുക്കുണ്ടെന്നേ. തീ ഒന്ന് കുറച്ചിടട്ടെ. ഞാനൊരു കാര്യം കാണിക്കാം. ഞാൻ അടുക്കളയ്ക്കകത്ത്, അവിടെ ഒരാൾ പുറത്ത്. നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയും കൊണ്ടാണ് കളിക്കുന്നത്. കൈ സൂക്ഷിച്ചോണേ. സാധാ അരി എന്നാണ് കരി. അത് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. നോക്കിയൊക്കെ രസന ഇത് ശർക്കര ഇരിക്കുന്നോ ചോദിച്ച? നല്ല ടേസ്റ്റ്. ഈ ചോറ് കഴിക്കാത്ത പിള്ളേരെ ചോറ് കഴിപ്പിക്കുന്ന വേറെ ഒരു ഐഡിയ ഉണ്ട്. എന്താ, ഈ ശർക്കര ഉണ്ടല്ലോ, ഇങ്ങനെ തിന്ന് കാണിക്ക്, അവരുടെ വായിൽ വെച്ചും കൊടുക്കണം. അപ്പം ഇത്ര ചോറുണ്ടാക്കി ഇത്ര ശർക്കര തരാന്ന് പറഞ്ഞാൽ വായിലോട്ട് തരാന്ന് പറഞ്ഞു. പിള്ളേർക്ക് ഒന്നേ പോലെ ചോറുണ്ടോ, പരീക്ഷിച്ച് നോക്കിക്കോ. ഇത്രയും ചെറുതായിട്ട് അരിയുണ്ടാ? ഇത്തിരി വലുതായിട്ട് അരിഞ്ഞോ? ആണോ? ഇപ്പൊ തീരത്തില്ലേ ഇത്? ഞാൻ വിചാരിച്ചു ഇല്ല, അത് മിക്സിയിൽ അടിക്കാനുള്ളയാ. മിക്സിയിൽ അടിക്കാനായാലും ചീമി ഇടണം, അല്ലെ മിക്സി പോവും. ഇനി നമ്മുടെ അരി പൊട്ടിയില്ലേ, അതുപോലെ ഇതും പൊട്ടണം. അവിടെ ഇരുന്ന് ചെയ്തോടായിരുന്നു, ഇങ്ങനെ നിന്ന് ചെയ്യുന്ന എന്തിനാണ്? സാവധാനം ചെയ്താൽ മതിയായിരുന്നല്ലോ. കട്ടികൾ ഫ്രിഡ്ജിൽ ഇരുന്നില്ലയോ, അതാണ്. അവിടെ ഇരുന്ന് ചെയ്യേ. എന്തുണ്ട്, പകുതിയോളം ഇല്ലേ? അപ്പൊ ഇത് നന്നായിട്ട് പൊട്ടി തുടങ്ങി. ഇതുപോലെ പൊട്ടണേ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? തീ കൂട്ടി തന്നെ ഇട്ടേക്കുവാണേ. അപ്പം അതെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. കരിഞ്ഞു പോകരുത്. ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഇതൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം, തണുക്കട്ടെ. ഇനി ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പം തേങ്ങയുടെയൊക്കെ കണക്ക് നമുക്ക് തീരുമാനിക്കാം. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ എന്താണ്, ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒരു 1.5 പിടിയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് എന്താണ് ഈർപ്പം ഒന്ന് മാറിയാൽ മാത്രം മതി. ഡയറക്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് ചെയ്താൽ ചിലപ്പോൾ ആ തേങ്ങ കനച്ച ചെവ വരാനുണ്ട് നമ്മൾ വെച്ചിരുന്നാൽ. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കേണ്ടി വരും.
ചിലപ്പോൾ പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കുന്നത്. 2-3 ദിവസം വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കി ചെയ്യുമ്പോൾ ആ ടെൻഷൻ ഇല്ല. പിന്നെ എന്താണ് ഇത് ഒത്തിരി ദിവസം ഉണ്ടാക്കി വെച്ചേക്കണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. ഓരോ ദിവസത്തേക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് അന്നേരത്തേക്ക് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഇങ്ങനെ ചൂടാക്കണ്ട, ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതിയേ. ഒന്ന് ചൂടായി ഒത്തിരി അങ്ങ് ട്രൈ ആവണ്ട, ചെറുതായിട്ടൊരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. ഞാൻ ഓഫ് ചെയ്യുവാണേ. അപ്പം ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്തയും എടുക്കുന്നുണ്ട്. റോസ്റ്റഡ് പിസ്തയാണേ. ഇതിങ്ങനെ തോട് പൊളിച്ചെടുക്കണം. നേരത്തെയും പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പിസ്തയും നമ്മുടെ ബോഡിക്ക് എന്താണ് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പിസ്ത. നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും കളർ വെക്കാനും ഒക്കെ നല്ലതാണ് ഈ പിസ്ത എന്ന് പറയുന്നത് കേട്ടോ. ഡെയിലി ഒരു 3-4-5 പിസ്തയൊക്കെ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് തോട് കളഞ്ഞെടുക്കണം. അതിനുശേഷം ഒന്നുകിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഞാൻ സാധാ മിക്സിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം അരി ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ. ഇത് നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ട് ഇതാ അവലേസ് പൊടിയുടെ കൂട്ട് നന്നായിട്ട് പൊടിഞ്ഞു. അവലേസ് പൊടിയല്ല, അതിനേക്കാളും അത് ഇത്തിരി തരിയുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് എള്ള്. ഒന്ന് ഇളക്കി കൊടുക്കാം. എള്ളിട്ടിട്ട് നല്ലതുപോലെ പൊടിക്കണം. എള്ളിട്ട ശേഷം ഇനി നമുക്ക് മധുരം അനുസരിച്ച് ശർക്കര ചേർക്കാം. എത്രയും മധുരം വേണോ ആ കണക്കിന്. അപ്പോൾ ശർക്കര ഇങ്ങനെ ഡയറക്റ്റ് ഇടുമ്പോൾ അഴുക്കില്ലാത്ത നല്ല ശർക്കര തന്നെ നോക്കി എടുക്കണം. അഴുക്കും പൊടിയൊക്കെ ഉള്ളതാണെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി തേങ്ങ ഒരു 1.5-2 പിടിയോളം ഉണ്ടേ. ഇനി ഇതിനകത്ത് ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിത്തിരി ഏലക്കാപ്പൊടി ചേർക്കുക. ഫ്ലേവർ ചേർക്കാതെയും ചെയ്യാമേ. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇളക്കി കൊടുത്താണ് ഇങ്ങനെ പൊടിച്ചെടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അരയത്തില്ല, പൊടിയത്തില്ല, എല്ലാം കൂടെ അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. കണ്ടോ അടിയിൽ കട്ട പിടിച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ പിന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ഇട്ട് ചെയ്തെടുക്കാൻ ലാസ്റ്റിൽ മിക്സ് ചെയ്യാം. ഇത് ഇളക്കാൻ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇത്തിരി വിസ്താരമുള്ള കട്ട പോലെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉടയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ഉണ്ട പിടിക്കാതെ അവലേസ് പൊടി പോലെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഒരു പാത്രത്തിനകത്താക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. കുറേശ്ശെ ചായക്ക് എടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഉണ്ട പിടിക്കാം. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് ഒന്നും ഒഴിക്കുന്നില്ല. ഈ നനവുണ്ട്. അതുപോലെ കണ്ടോ പൊട്ടിപ്പോത്തൊന്നുമില്ല. വേണ്ടേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്ക്ഗ്രൗണ്ടിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കില്ല. ഓരോന്നും എടുത്ത് എന്താണ് തണുക്കാൻ വെച്ചതും അതിന് മുമ്പ് എടുത്തതും എല്ലാം അവിടെ കിടപ്പുണ്ട്. കഴുകണം. ഇനി ഇത് പിടിച്ചു കഴിഞ്ഞിട്ടേ ബാക്കി ചെയ്യത്തുള്ളൂ പണികൾ. അപ്പം എന്താണ് നമ്മൾ തേങ്ങ പച്ചയ്ക്ക് തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മയം കിട്ടും പിടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കൂടുതലുണ്ടല്ലോ, അത് ഒരു 1/2 ഗ്ലാസിൻ്റെ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ തേങ്ങ ചൂടാക്കത്തില്ല കേട്ടോ. പച്ചയ്ക്ക് തന്നെ, അത് അന്നത്തെ ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, പച്ചയ്ക്ക് തന്നെ ഇടും. ഇതിപ്പോൾ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കിയത്. അപ്പം ചൂടാക്കാതെ ഇട്ടാൽ ആ തേങ്ങയുടെ മയം ഉണ്ടല്ലോ, ഒരിത്തിരി തേങ്ങ വെപ്പാലിൻ്റെ മയം കൂടി നമുക്ക് കുറച്ചുകൂടി പിടിക്കാൻ എളുപ്പമാവും. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടെങ്ങാണം നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇത്തിരി നെയ്യുണ്ടല്ലോ ഒന്നൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ പ്രോട്ടീൻ ലഡു എന്ന് വേണമെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട്. ഇതൊത്തിരി കഴിക്കരുത്. ഒരു ദിവസം 2-3 ഒക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ദിവസം എന്തോന്നും മിണ്ടാതെ വയ്ക്കുന്നേ, കാണുമോ ഇതിലൊക്കെ പറ.
അത് ചില സാധനം എനിക്ക് അങ്ങ് പിടിച്ചു പോവും, മധുരമായാലും. ഇത് പിടിച്ചോ? അത് കൊള്ളാം. അപ്പം ഞാൻ ആദ്യമേ 1-2 കഴിച്ചു. കഴിച്ചതിന് ശേഷം ദാണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കഴിക്കുമോ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കുമോ? നല്ല രുചിയുണ്ട്. എന്തോ സൂപ്പർ എന്നൊക്കെ പറയാം. അപ്പം എള്ളൊക്കെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ പ്രോട്ടീനായി. ഇന്നത്തെ പ്രോട്ടീൻ കഴിഞ്ഞു. 10 മണിയായി. ഇന്നലെ 1 മണിക്ക് പിസ്സ കഴിപ്പിച്ചതിനേക്കാളും ഇന്ന് നേരത്തെ കഴിപ്പിച്ചു. നമ്മളിത് ഉണ്ടാക്കുവാണെങ്കിൽ അരമണിക്കൂർ പോലും വേണ്ട കേട്ടോ, ഒരു 15-20 മിനിറ്റ്. പക്ഷെ വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രോസസ്സിങ് വരുന്നത്. ഇടയ്ക്ക് പിന്നെ ഫോൺ വരുവാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം, പിന്നെ ഇങ്ങനെയുള്ള ഓരോന്നും പാത്രത്തിലെടുത്ത് വെക്കണം, അത് സെപ്പറേറ്റ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും സമയമായത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് പോലും വേണ്ട ഇതെല്ലാം കൂടെ ചെയ്യാൻ. 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമോ? പിന്നെന്താ, ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ ചോദിച്ചോ. അപ്പൊ നിങ്ങളെല്ലാരും ചെയ്ത് നോക്കുക, കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക, പിന്നെ കമന്റ് ഇടുക. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വാക്കുകൾ കിട്ടത്തില്ല കേട്ടോ. എനിക്ക് ഇപ്പം വലിയൊരു ദുഃഖമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ. ഷർട്ട് ഇടാതെ നടക്കാക്കത്തില്ല. എന്ത് ചെയ്യാനാ, വീടിന്റെ പുറകെ വന്നിരുന്നാലും എനിക്കിപ്പോ ഷർട്ട് ഇടേണ്ടി കയറിയാണ്. എപ്പോഴാന്നറിയത്തില്ല ക്യാമറയിൽ പതിയുന്നേ. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇപ്പൊ ഷർട്ട് ഇടാറുണ്ട്. പിന്നെ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാരും വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവർ വിജയമാക്കി തീർക്കുക. ഭയങ്കര വിജയമാക്കി തീർക്കുക. പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ, ഇതൊന്നും ബാക്ക് ചെയ്ത് അയക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ എല്ലാം തരണമെന്നുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ എന്നെ കുറിച്ച് കൂടുതൽ ചിലവരൊക്കെ ഓരോന്നൊക്കെ എഴുതുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ നിങ്ങളുടെ കൈകൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. നല്ല കാര്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. വാക്കുകള് ഇപ്പൊ എവിടെന്ന് കിട്ടുന്ന ചോദിച്ചാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങളുടെ കൈകൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ വാക്കുകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? അത് ചില സമയത്ത് കിട്ടുന്ന വാക്കുകളാണ്, എപ്പോഴും കിട്ടത്തില്ല. അപ്പോഴേ നിങ്ങളുടെ പ്രോത്സാഹനത്തിനും മോട്ടിവേഷനും എല്ലാത്തിനും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇങ്ങനെയുള്ള മോട്ടിവേഷനൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ തരുന്ന കമൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കൂടുതൽ കമൻസും ചേച്ചിയായിട്ട് കോണ്ടാക്ട് ആണ് എല്ലാവരും. അതെ, ചേച്ചിയുടെ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി. ഓക്കെ, എല്ലാവരും പ്രാർത്ഥനയോടെ കിടന്നുറങ്ങുക. നല്ലൊരു പ്രഭാതത്തിൽ ദൈവത്തെ വിളിച്ച് എഴുന്നേൽക്കുക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വൈകിട്ട് 3 മണിക്കായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം നല്ല ഉറക്കത്തെ ദാനം ചെയ്യട്ടെ.